നമസ്കാരം, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടനാടൻ താറാവ് കറി. കുട്ടനാടൻ താറാവ് കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് താറാവ്, അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി, ചെറുതായിട്ട് അരിഞ്ഞ സവാള, കുറച്ച് കൊച്ചുള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരല്പ ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ ഹോൾ സ്പൈസസ് കുറച്ച്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് താറാവിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് കഴുകി വെച്ചേക്കുന്ന താറാവിനെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, ഇച്ചിരി കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര്, ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ. ഇത്രയും നമുക്ക് നല്ല രീതിയിലൊന്ന് വിരകി കൊടുക്കാം. ഈ കറിക്ക് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. കുരുമുളകിൻ്റെയും പച്ചമുളക് ഇതിൻ്റെയൊക്കെ എരിവാണ് ഈ കറിക്ക്. പിന്നെ ഫുള്ളായിട്ട് തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുട്ടനാടൻ താറാവ് കറിക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം. ഉരുളി ചൂടായി നമുക്ക് ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം, ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു ബേ ലീഫ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാള, കുറച്ച് കൊച്ചുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. താറാവ് കുക്കറിൽ വേവിക്കുന്നില്ല, ഈ ഉരുളിയിലിട്ട് തന്നെ വേവിച്ച് വറ്റിച്ചെടുക്കാനാണ് പ്ലാന്. സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല പൊടിച്ചത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന്, ആ പൊടികളുടെ പച്ച മണമൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന താറാവ് ഇതിലോട്ടെടുത്ത് തട്ടിക്കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് 2ാം പാല്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ഉരുളക്കിഴങ്ങ് അത് അതിലോട്ടിട്ട് കൊടുക്കുക. ചെറിയ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 40 മിനിറ്റ് വേവിക്കേണ്ടതായിട്ടുണ്ട്. നാടൻ താറാവായതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു 40 മിനിറ്റ് ഡയറക്റ്റ് വേവുണ്ട് ഇതിന്. ഏകദേശം ഒരു 30 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. താറാവ് ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ വെന്തു. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് വറുത്തിട്ട് ഫിനിഷ് ചെയ്ത് മാറ്റാം. വറുത്തിടാനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്കതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതുകൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഈ എടുത്തു വച്ചേക്കുന്ന സെർവിങ് ബൗളിലോട്ട് താറാവ് കറി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കുട്ടനാടൻ താറാവ് കറി. നിങ്ങളും ഇതേപോലെ താറാവ് കറി ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.